സർവരുമൊന്നായി
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന ശുദ്ധനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവബദ്ധതയുടെ വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തെയും നാഥായിരിക്കും. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ചിരിക്കുന്നതിനും ഞങ്ങളെ നിശബ്ദരാക്കണം. സകലത്തെയും നാഥായിരിക്കും. സ്വാഭാവിക ശാഖകൾ അവയുടെ കായ്ക്കലിൽ നിന്ന്
പരിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ജെറുസലേമിനെ സമീപിക്കുകയും ഒലിവുമലയ്ക്കരികെയുള്ള ബേത്ത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോയി അവർ ഒരു കഴുതയെയും അടുത്ത അതിലെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവരെ അയച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകന്മാർ പറയപ്പെട്ട വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പറയുക: ഇതാ നിന്റെ രാജാവ് മിനിയാവിനായി കഴുതയുടെയും കഴുതക്കുട്ടിയെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്നു അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചു. അവർ കൈയിലേക്കും ജനക്കൂട്ടൽ വളരെയേറെ വഴി തങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ചു. മറ്റു ചിലതാകട്ടെ വൃക്ഷങ്ങളുടെ ചിലകൾ പൊളിച്ച് വഴിയിൽ നിരത്തി. യേശുവിന്റെ മുമ്പിലും വീട്ടിലും നടന്നതിനെതിരെ ആർപ്പ് വിളിച്ചു: ദാവീദിന്റെ പുത്രൻ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. അവർ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ വിമർശനായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു: ഇവൻ ഗലീലായിലെ നസറത്തിൽ നിന്നും പ്രവാചകനായ യേശുവാണ്. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മാർപ്പിളാക്കൾ, സൗന്ദര്യ സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഹോസാനത്തിലുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലുള്ള ആളാണ്, രക്ഷാകരത്തിലുള്ള ആളാണ്, രാജകീയത്തിലുള്ള ആളാണ്, വൈദികത്തിലുള്ള ആളാണ്. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ പഴയ നിയമഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണമാണ് ഹോസാന തിരുനാൾ. പഴയ നിയമഗ്രന്ഥങ്ങളിൽ നാം പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തെ കുറിച്ച് ശ്രദ്ധിക്കുകയുണ്ടായി. സക്രിയായ പുസ്തകം 9-ാം അധ്യായത്തിൽ രക്ഷകനെ കുറിച്ച്, അവരുടെ മരണത്തെ കുറിച്ച് വ്യക്തമായ പ്രവചനമുണ്ട്. സെഹിയൻ പുത്രി, അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി, ആർപ്പുവിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് എഴുന്നള്ളി വരുന്നു. അവൻ പ്രതാപശാലി ജയശാലിയുമാണ്. അവൻ വീരാധിരായി കഴുത പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി വരുന്നു. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ജെറുസലേമിൽ ഇന്ന് സംഭവിച്ചത്. ജെറുസലേമിലേക്ക് കടന്നു വരുന്ന ഈശോയെ സംഗീത വചനങ്ങൾ ഉരുവിട്ടാണ് ജെറുസലേം നിവാസികൾ സ്വീകരിച്ചത്. ആ സംഗീത വചനത്തെ രക്ഷാകര വചനങ്ങളാണ്. സംഗീതം 118:26 ആ സംഗീതത്തിന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹോസാന, ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നതാണ്. ഇസ്രായേലിന് രക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു. ഇവനാണ് രക്ഷകൻ എന്ന ബോധ്യത്തോടുകൂടി, ഇവരിൽ പ്രവാചനം പൂർത്തീകരിക്കപ്പെടുന്നു അറിവോടുകൂടി വ്യക്തമായി അവർ പറയുകയാണ്: ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അവർ വ്യക്തമായി ബോധ്യപ്പെട്ടായിരുന്നു ഇവൻ ആരാണ് എന്ന ബോധ്യം. നസറത്തിൽ നിന്ന് വരുന്ന പ്രവാചകനാണ് എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. ദാവീദിന്റെ വംശത്തിൽ പിറന്നവനാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. ദാവീദിന്റെ പുത്രൻ ഞങ്ങളെ രക്ഷിക്കണമേ എന്നതാണ് അവർ ഉരുവിട്ടുകൊണ്ടിരുന്ന, ആത്മവിളിച്ചുകൊണ്ടിരുന്ന ആ രാജകീയമായ സ്തോത്രഗീതം. അതോടൊപ്പം തന്നെ അവന് ലഭിച്ചത് രാജകീയമായ വരവേൽപ്പായിരുന്നു.
എങ്ങനെയാണ് രാജാക്കന്മാരെ സ്വീകരിച്ചിരുന്നത് എന്ന് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 13-ാം വചനത്തിൽ പറയുന്നുണ്ട്. അവർ വേഗത്തിൽ തങ്ങളുടെ വേദനയെ പരിഹരിച്ചിട്ട് കാതം മുഴങ്ങി വിളംബരം ചെയ്ത് രാജാവിനെ സ്വീകരിക്കുന്നു. അതുപോലെ രാജ്യത്വം അംഗീകരിച്ചുകൊണ്ട് അവനെ സ്വീകരിക്കുന്ന ജെറുസലേം നിവാസികളെ കാണുവാനായി നമുക്ക് സാധിക്കുകയാണ്. അവർ തിരിച്ചത് അവരുടെ കൈവശമുണ്ടാകുന്ന തുണികളാണ്. അതോടൊപ്പം തന്നെ വിജയത്തിലെ സമാധാനത്തിലെ അടയാളമായി അവർ ഒലിവ് ശിലാകൾ പതിച്ച് അവരുടെ വഴിയോരങ്ങൾ അലങ്കരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ വൈദിക ജനം കൂടിയാണ്. യേശുവിന്റെ വൈദികത്വം അതോടൊപ്പം തന്നെ അവരെ 2 രീതിയിൽ നമുക്ക് കാണുവാനായി സാധിക്കും. അതിന് ഒന്നാമതായി അവരാണ് ബലിയർപ്പകൻ, രണ്ടാമതായി അവരാണ് ബലിവസ്തു. യഹൂദ നിയമപ്രകാരം ബലിവസ്തു 4 ദിവസങ്ങൾ മുമ്പ് തിരഞ്ഞെടുക്കണം. അത് കുഞ്ഞാടായിരിക്കണം. ആ കുഞ്ഞാടിൽ യാതൊരു കാരണവും കണ്ടുകൂടാ. ബലിയർപ്പകൻ 4 ദിവസം അതിനെ പരിശോധിക്കണം. അതിൽ കുറവുകളിലായെന്ന് ന്യൂനതകളിലായെന്ന് ബോധ്യം വന്നതിന് ശേഷം 5-ാം ദിനം പെസഹാദിനം അതിനെ ബലിയർപ്പിക്കണമെന്നതാണ് കൽപ്പന. ആ കൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ് യേശുവിനെ അവർ ബലികരമായി ബലിയർപ്പകനായി ഇസ്രായേലിനെ അറിഞ്ഞോ അറിയാതെയോ തെരഞ്ഞെടുത്തുകൊണ്ട് വരുന്നത്. ഓർമ്മപ്പെടുത്തലാണ് ഇവരാണ് രക്ഷകൻ, ഓർമ്മപ്പെടുത്തലാണ് ഇവരാണ് ബലിയായി തീരേണ്ടത്. ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ കുരുത്തോലകളാൽ അവരെ ആഘോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. ഓർമ്മപ്പെടുത്തലാണ് വിനയാനിതനായി കഴുതപ്പുറത്ത് വരുന്ന ഇവൻ സമാധാനത്തിന്റെ രാജാവാണ്, സമാധാനത്തിന്റെ അടയാളമാണ്. സമാധാനത്തിൽ മാത്രം കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന രാജാവ്. ആ രാജാവിനെയാണ് ജെറുസലേം നിവാസികൾ ആഹ്ലാദത്തോടുകൂടി, ജെറുസലേം നിവാസികൾ ആർപ്പുവിളികളോടുകൂടി സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുന്നതാണ് കടന്നു പോവുകയാണ് പതുക്കെ പെസഹായിലേക്ക്, രക്ഷാകരമായ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക്. ഹോസാനയിലേക്കല്ല, മറിച്ച് അതിനപ്പുറം പെസഹായുണ്ട്, അതിനപ്പുറം പീഡാസനമുണ്ട്, അതോടൊപ്പം തന്നെ കുരിശുമരണമുണ്ട്, അതിനപ്പുറം ഉദ്ധാരമുണ്ട്. ആ വഴികളിലേക്ക് പ്രവേശിക്കുവാനായ ദൈവം തിരഞ്ഞെടുത്ത ബലിയർപ്പകനും ബലിവസ്തുമായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് ഹോസാന. ആ ബലിയർപ്പകനോടുകൂടി ബലിവസ്തുവിനോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസാന, കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ രക്ഷിക്കണമേ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഭൂമിയിൽ
ജീവിക്കുവാൻ ആവശ്യമായ കൃപ അവർക്ക് ചെയ്യാം. അങ്ങയുടെ ആധികാരികത്വത്തെ എപ്പോഴും എന്നേക്കും സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവത്തിന്റെയും ആനന്ദത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും ഓർമ്മയാൽ ചെയ്യുവാൻ കൽപ്പിക്കുന്ന ശിക്ഷ തന്റെ ഉപയോഗത്താലും ഈ കുർബാന നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ. മിശിഹായ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവരുടെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതരവും പരിശുദ്ധവും ശിവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവരുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരും ഈ ഉപകാരായ കരങ്ങൾ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തിലെ സൂചകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ കരുണ്യാതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ
ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുകയും സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ എല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യും. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രയാസപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും കഴിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനം മനുഷ്യരുടെ ഉയർത്തുന്നവരെ പ്രത്യാശയും അങ്ങേ എല്ലാവരും ഒന്നിച്ച് സ്വകാര്യത്തിൽ കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും
ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കുത്തരം എന്നോട് ദയ തോന്നണമേ. ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവോചിതമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗ്ഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, ഭാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വാസി
ഇന്ന് 4 മണി മുതൽ 6 മണി വരെ കുമ്പസാര സൗകര്യം ഉണ്ടായിരിക്കും. ബുധനാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം കിഴക്ക് റൂട്ടിലെ ഭവനങ്ങളിൽ കുമ്പസാരിച്ച് കുർബാനയ്ക്ക് കൂടുന്നതായിരിക്കും. ഭവനങ്ങളിൽ ഒരു മേശയിൽ വെള്ളം വിരിച്ച് തിരികെ വെച്ച് പൂക്കൾ വെച്ച് വിശുദ്ധ കുർബാനയ്ക്കുവാൻ സ്ഥലം ഒരുക്കണമെന്ന് കണ്ടുപിടിക്കുന്നു. കിഴക്ക് റൂട്ടിലുള്ളതുപോലെ യൂണിറ്റ് പാഠപാഠം വഴി വണ്ടിയിൽ അറിയിക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ട് 5:30 12 സ്ത്രീമാരുടെ കാലിൽ ശുശ്രൂഷ നടത്തുന്നതാണ്. സ്ത്രീയന്മാർ മനുഷ്യ പ്രദേശം പരിഗണിച്ചേണ്ടതാണ്. പെസഹ വ്യാഴാഴ്ച ദിനങ്ങൾ രാവിലെ 6:30 ആരംഭിക്കുന്നു. കാലുകളിലെ ശുശ്രൂഷ, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ആരാധന സ്ത്രീയന്മാർ 6:10 എത്തിച്ചേർന്നതാണ്. പെസഹ വ്യാഴാഴ്ച വൈദിക ദിനമാണ്. അന്നേ ദിനത്തിലെ സ്തോത്രകാഴ്ച അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ടാണ് സ്വീകരിക്കുന്നത്. ആരാധന സമയങ്ങൾ 8:30 മുതൽ 9:30 വരെ യൂണിറ്റ് 1, 9:30 മുതൽ 10:30 വരെ യൂണിറ്റ് 2, 10:30 മുതൽ 11:30 വരെ യൂണിറ്റ് 3, 11:30 മുതൽ 12:30 വരെ യൂണിറ്റ് 4, 12:30 മുതൽ 1:30 വരെ യൂണിറ്റ് 5, 1:30 മുതൽ 2:30 വരെ യൂണിറ്റ് 6, 2:30 മുതൽ 3:30 വരെ യൂണിറ്റ് 7, 3:30 മുതൽ 4:30 വരെ യൂണിറ്റ് 8, 4:30 മുതൽ 5:30 വരെ മാതൃസംഘവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും, 5:30 മുതൽ 6:15 വരെ മറ്റ് സ്ഥലങ്ങൾ, 6:15 മുതൽ 7:15 വരെയായിരിക്കും പൊതു ആരാധന. പൊതു ആരാധന ശേഷമുള്ള അപ്പങ്ങളുടെ ശുശ്രൂഷയുള്ള അപ്പവും പാലും ഭവനങ്ങളിൽ കൊണ്ടുവരുന്നതായി അമ്മമാരെ ഓർമ്മപ്പെടുത്തുന്നു. ദുഃഖവെള്ളിയാഴ്ച തിരുനാമങ്ങൾ രാവിലെ 6:30 ആരംഭിക്കും. 6:30 ആരാധന, അതിനെ തുടർന്ന് പീഠാനുഭവ വായന, ദിവ്യകാരുണ്യ സ്വീകരണം, ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ദേവാലയത്തിൽ ആഘോഷമായ കുരിശിന്റെ വഴി, തുടർന്ന് പരിഹാര പ്രദർശനം, പീഠാനുഭവ സന്ദേശം, നേർച്ച കഴിഞ്ഞു. ദുഃഖശനിയാഴ്ച തിരുനാമങ്ങൾ രാവിലെ 6:30 ആരംഭിക്കും. പുത്തൻ വെളിച്ചെടുക്കും, പുത്തൻ വെളിച്ചെടുക്കും, പുത്തൻ വെള്ളം പോകാൻ ആഗ്രഹിക്കുന്നവർ കുപ്പികൾ കൊണ്ടുവരുവാനായിട്ട് ഓർക്കുക. ഈശ്വരത്തിൽ ശനിയാഴ്ച രാത്രി 10:30 ആരംഭിക്കും. ഈശ്വരത്തിൽ രാവിലെ 7 മണിക്ക് മറ്റ് കുർബാന ഉണ്ടായിരിക്കും. നോമ്പുകാരെ പോകുവാനും തിരികെ കൊണ്ടുവരുവാനും ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതങ്ങളിലുള്ള അനാഥമായി ദാനമായിട്ടതാകട്ടെ സകലത്തിനെയും നാമായി നീക്കും. ധരയിലണഞ്ഞൊരു മിശിഹായേ നൽകിയ വന്ദനവും സ്തുതിയുമണയ്ക്കാം സാമോദം. എളിയൊരു കഴുത പുറമേറി വന്നൊരു രാജനെ വന്ദിക്കാൻ, ഓശാനകളാൽ വാഴ്ത്തിടുവാൻ ഇടയാക്കണമേ റൂഹായേ. പീഡ സഹിക്കാൻ കുരിശേറാൻ ഓസേ പോകിയ തിരുനാഥൻ, ത്യാഗമോടെന്നും ജീവിക്കാൻ നിത്യാനുഗ്രഹം അരുളണമേ. മഞ്ഞിൽ നിങ്ങൾ സ്തുതി
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.